ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവനെ കണ്ടുകൊണ്ട് തുടങ്ങാം കേട്ടോ. സോറി, ഇവനല്ല, ഇവള്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഹുക്ക് പരുതി നടക്കാം കേട്ടോ. എൻ്റെ ഹുക്ക് എവിടെയും കാണുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 4mm ഹുക്കാണ്. ഒരുപാട് പരുതിയ ശേഷം ഇതാ എനിക്ക് ഈ ഹുക്ക് കിട്ടി. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മറ്റേതുകൊണ്ട് ചെയ്ത് ശീലമായിട്ട് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ എന്തോ പോലെ കേട്ടോ. അങ്ങനെ വീണ്ടും പരുതുമ്പോഴാണ് എനിക്കൊരു പഴയ സാധനം കിട്ടുക കേട്ടോ. കുറേ കാലമായിട്ടോ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട്. ഇത് കുറച്ച് ലെറ്റേഴ്സാണ്. എന്ത് ലെറ്റേഴ്സാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് കിട്ടിയ ഉടനെ ഞാൻ ഇതും എടുത്ത് ടെറസിൻ്റെ മുകളിലേക്ക് കയറിയേ. ഈവനിങ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഹുക്ക് പരതി വീഡിയോ എടുക്കാൻ ഈവനിങ് ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ലെറ്റേഴ്സ്. ഇത് ലവ് ലെറ്റർ ഒന്നും അല്ലേ. ഇത് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും 7ാം ക്ലാസ്സിൽ നിന്ന് 8 നോക്കി എഴുതിയ ലെറ്റേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ലെറ്റേഴ്സാണ്. ബാക്കിയുള്ള ലെറ്റേഴ്സും അതുപോലെ തന്നെ ലെറ്ററിൻ്റെ കൂടെ വെക്കുന്ന ഗിഫ്റ്റും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ. അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു വമ്പൻ കോമഡി കഥയാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ മറന്നാലും കത്ത് എഴുതാൻ മറക്കില്ല കേട്ടോ. ആദ്യം ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്. ഒരു പിണക്കത്തിൽ നിന്ന് എഴുതി തുടങ്ങിയ കത്ത് പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് എഴുതാൻ തുടങ്ങിയേ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ കത്തിലേക്ക് കൂടി ഷെയർ ചെയ്യും കേട്ടോ. സീക്രട്ടിനും അതുപോലെ തന്നെ തമാശക്കുമായിട്ട് 2 ടൈപ്പ് ഓഫ് കത്തുകളാണ് കേട്ടോ. ഈ ഒരു കത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കും വായിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താ വിചാരിച്ചാൽ ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഭാഷയാണ് കേട്ടോ. നമ്മുടെ അപ്പോഴത്തെ സീക്രട്ട് കത്ത് ആരും വായിക്കാതിരിക്കാൻ നമ്മൾ രണ്ടാളും മാത്രം ഉണ്ടാക്കിയ ഒരു ഭാഷയാണ് ഇത്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു അക്ഷരമാല തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ. അന്ന് സീരിയസ് ആയി എഴുതിയ പല കാര്യങ്ങളും ഇന്ന് വായിക്കുമ്പോൾ വമ്പൻ കോമഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും സ്കൂൾ പഠിക്കുമ്പോഴുള്ള അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ ഒരുപാട് വായിച്ചു കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും കുറേ കാലത്തിന് ശേഷം വായിക്കുമ്പോൾ എപ്പോഴും ഒരു പുതുമയാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ.